ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. അതിന്റെ അവന്റെ ഉള്ളിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ഫുജൂറഹ, എങ്ങനെ അവന്റെ ആത്മാവ് മലിനപ്പെടുമെന്നു, വതഖ്വാഹ, എങ്ങനെ അവന്റെ ആത്മാവ് ഭയഭക്തി പോകുമെന്നും, അവന്റെ ആത്മാവ് എങ്ങനെ അശുദ്ധമാകുമെന്നും അവന്റെ ആത്മാവ് എങ്ങനെ ശുദ്ധമാകുമെന്നും അവന്റെ ഉള്ളിൽ തന്നെ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. സന്നിവേശിപ്പിക്കാത്തല്ല പ്രശ്നം, ബോധമില്ലാത്തതാ. ആരെപ്പറ്റി? അല്ലാഹ്. അപ്പൊ ഒരാൾ കിതാബൊന്നും പഠിച്ചില്ല, ആര് അറിഞ്ഞു? നിയമത്തിൽ ജീവിക്കും. ഒരാൾ സാമൂഹിക ക്രമങ്ങളെ വ്യഭിചരിക്കാൻ പാടില്ല, കള്ളുടിക്കാൻ പാടില്ല ഒക്കെ പഠിച്ചു, സാമൂഹിക ക്രമങ്ങളൊക്കെ പഠിച്ചു. ആരെ അറിഞ്ഞില്ല? അവന് വ്യഭിചരിക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവന് കള്ളുടിക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരാൾ നിയമമൊന്നും പഠിച്ചില്ല, ആരെ പഠിച്ചു? അള്ളാഹനെ പഠിച്ചാൽ ഒരു തെറ്റും ചെയ്യൂല. ചില കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ തെറ്റാവൂല, എന്നാലും അതൊരു മ്ലേച്ഛമായ കാര്യമാണെന്ന് അവൻ്റെ മനസ്സ് തോന്നിയാൽ അവനൊരു പണ്ഡിതനോട് ചോദിക്കാതെ അത് പ്രവർത്തിക്കൂല. ഉദാഹരണം പറയാം, ചില സർവീസുകളിൽ നിന്ന് കിട്ടുന്ന പൈസയെക്കുറിച്ച് പലപ്പോഴായി എന്നോട് തന്നെ പല ഉസ്താദന്മാരോടും ആളുകൾ ചോദിക്കും, ഉസ്താദേ ഇങ്ങനെ പൈസ ഉണ്ട്, അതെടുക്കാൻ പറ്റുമോ ഇല്ലേ? ഒരാൾ സർക്കാർ സർവീസിലാണ്. ആ സർക്കാർ സർവീസിൽ നിന്ന് അയാൾക്ക് പിരിഞ്ഞു പോകുമ്പോൾ കിട്ടുന്ന ഒരു പൈസ, അതിനെപ്പറ്റി പലപ്പോഴും ചോദിക്കും, ഉസ്താദേ ഇങ്ങനെ പൈസ ഉണ്ട്, എന്താ ചെയ്യാൻ പറ്റുമോ? ഈ ഒരാഴ്ച എന്നോടൊരാൾ ചോദിച്ചിട്ടുണ്ട്, PSC പരീക്ഷയ്ക്ക് ലിസ്റ്റിൽ പിന്നെ വന്നിട്ടുണ്ട്, ഞാൻ അതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോവാണ്, അങ്ങനെ സർക്കാർ ജോലി പിന്നെ ചെയ്യുന്നത് കൊണ്ട് വിരോധം വല്ലതുണ്ടോ? എന്താ? ഞാൻ ചോദിച്ചു, സർക്കാർ ജോലി ചെയ്യുന്നതിൽ എന്ത് വിരോധമാണ്? അത് അപ്പം പിന്നെയും പറഞ്ഞു, സർക്കാരിന് പിന്നെ കള്ളിൻ്റെയും പലിശയുടെയൊക്കെ ലാഭവും സർക്കാരിൻ്റെ കയ്യിലില്ലേ? ഇതൊരു സാധാരണ മനുഷ്യൻ ചോദിക്കുക നമ്മളോട്. അയാൾ കിതാബ് ഓതിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് അയാൾ ചോദിച്ചു? അള്ളാഹ് ബോർഡുണ്ട്, പരിസരത്ത് മുഴുവനും ആളുകൾ സർക്കാർ ജോലിക്ക് ഓടുന്നു പോകുന്ന അയാൾ കാണുന്നുണ്ട്. അത് അധിഷ്ഠിതമായ വ്യവസ്ഥിതിയിലാണ് അയാൾ ജീവിക്കുന്നത്, എന്നിട്ടും അയാൾക്ക് സർക്കാർ ജോലി പേടിയാ. അതേ സമയത്ത് എന്തുകൊണ്ട്? അയാളിൽ എന്തുണ്ട്? അള്ളാഹു എന്ന ഒരു, അത് അള്ളാണ്ട് എന്നല്ല, അള്ളാഹു എന്ന ഒരു ബോധമുണ്ട്. അതുകൊണ്ട് അയാൾ പലിശ പോട്ടെ, അയാൾ എന്തുപോലും പേടിയാണ് അയാൾക്ക്. സർക്കാർ ശുഭത്ത്, സർക്കാരിന്റെ ജോലി പോലും അയാൾക്ക് പേടിയാണ്. എന്നാൽ സാമൂഹിക ക്രമങ്ങളെ ഒരാൾ പഠിച്ചു, സാമൂഹിക ക്രമങ്ങളെ പഠിച്ചു, നേരെ മറിച്ച് അയാൾക്ക് ദൈവബോധം ഉണ്ടായില്ല. എങ്കിലോ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആദ്യം പറഞ്ഞ ആൾക്ക് വിവരമില്ല, പക്ഷെ ബോധമുണ്ട്. രണ്ടാമത്തെ ആൾക്ക് വിവരമുണ്ട്, പക്ഷെ എന്തില്ല? ഇലാഹിനെ പറ്റി ബോധമില്ല. അയാൾ എന്തു ചെയ്യും? അതുകൊണ്ടാണ് ഖുർആൻ എന്ന ഈ വേദഗ്രന്ഥത്തിന്റെ വലിയ മഹത്തായ പ്രത്യേകത. ഖുർആൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന, ലോകത്ത് തുല്യതയില്ലാത്തൊരു ഗ്രന്ഥമാണ്. സ്രഷ്ടാവിനെ, ഇതിന് പകരം ഒരു ഗ്രന്ഥവും ഇന്ന് ലോകത്തില്ല. ഇതിന് പകരം ഒരു ഗ്രന്ഥം ലോകത്തിൽ ഇല്ല. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം കൂടിയുണ്ട്. അത്തരം വ്യവസ്ഥിതികളിൽ നിന്ന് വരുന്ന കാര്യത്തെ നമ്മൾ വളരെ പേടിച്ചേ സ്വീകരിക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ട്? ആ വ്യവസ്ഥിതിയിൽ പൈശാചികത ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉദാഹരണം, ഇന്നലെ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, പ്രാണിക് ഹീലിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. പ്രാണിക് ഹീലിംഗ് കേട്ടിട്ടില്ലേ? വലിയൊരു വിഷയം പറയാനുള്ളതാണ്. ഞാൻ ഒറ്റ വാക്കുകൊണ്ട് പറയാണ്, ഇപ്പൊ പിന്നെ ഞാൻ വിശദമായി പറയണ്ട. ഒരാൾ എന്നോട് ചോദിച്ചു, പ്രാണിക് ഹീലിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ വീക്ഷണം എന്താണ്? ചില പണ്ഡിത വേഷധാരികൾ ഞങ്ങളുടെ അടുത്ത് ക്ലാസ് എടുത്തു, മുസ്ലിം പണ്ഡിതന്മാരും ഉണ്ട്. അവർ പറയുന്നുണ്ട് പ്രാണിക് ഹീലിംഗ് വളരെ നല്ല ഒരു മാധ്യമമാണ്, അതുകൊണ്ട് വിലായത്തിന്റെ പദവിയിൽ വരെ എത്താൻ കഴിയും. വലിയ ആള് പ്രാണിക് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ ശാസ്ത്രശാഖയാണ്. ചൈനയിൽ നിന്നും ടിബറ്റിൽ നിന്നും ജപ്പാനിൽ നിന്നും ഒക്കെ വരുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത്? പ്രാണിക് ഹീലിംഗ്. അതിൽ ഫിസിക്കലി ടച്ചിനേക്കാൾ സ്പിരിച്വലി ടച്ചാണ്. അതായത് നിങ്ങളുടെ രോഗം എൻ്റെ മനഃശക്തി കൊണ്ട് ഞാൻ മാറ്റും, ഞങ്ങളിൽ കൈവക്കും, എന്നിട്ട് കുറഞ്ഞ നേരം കഴിഞ്ഞിട്ട് നിങ്ങളെ രോഗം മാറ്റും, കൈവച്ച് രോഗം മാറ്റും. അതെൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ്. ഞാൻ പിന്നെ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പൊ ഞാൻ അതിൻ്റെ ഒരു ഭാഗം പറഞ്ഞുതരാം. പ്രാണിക് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ
അക്യുപഞ്ചറിനെ പോലെ വേറൊരു ശാസ്ത്രമാണ്. പക്ഷേ അക്യുപഞ്ചറിലും പ്രാണിക് ഹീലിംഗിലുള്ള വ്യത്യാസം, അക്യുപഞ്ചറിൽ ഫിസിക്കലി ടച്ചിങ് ആണ് കൂടുതലെങ്കിൽ പ്രാണിക് ഹീലിംഗിൽ സ്പിരിച്വലി ടച്ചിങ് ആണ് കൂടുതൽ. അതായത് അക്യുപഞ്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യും? സൂചി കുത്തിയിട്ട് രോഗം മാറ്റും. അതിന് ഫിസിക്കലി ബന്ധമുണ്ട്. അതായത് മനുഷ്യന്റെ മർമ്മങ്ങളുണ്ട്. ആ മർമ്മങ്ങളെല്ലാം ഏകദേശം എവിടെ ഉണ്ട്? കൈവെള്ളയിലും കൈവിരലിലും ആയിട്ട് ഉണ്ട്. പഴയ കാലത്തെ വൈദ്യന്മാര് നേരെ കൈയൊന്നും ഇങ്ങനെ പിടിച്ചു നോക്കും, കൈ അമർത്തും പിടിക്കും. ഇതൊക്കെ നല്ല അതായത് എന്ത് മർമ്മ ചികിത്സ കേട്ടിട്ടില്ലേ? പഴയകാല ഇന്ത്യൻ മർമ്മ ചികിത്സയുടെ ഒരു ചൈനീസ് രീതിയാണ് എന്ത്? അക്യുപഞ്ചർ. ആ പ്രഷറാണ് എനിക്കറിയാം. സൂചി കുത്തലാണ് അക്യുപഞ്ചർ. പക്ഷെ അടിസ്ഥാനപരമായി ഇതൊക്കെ ചൈനയിൽ നിന്നാണ് ഇപ്പൊ വരുന്നത്. മർമ്മൊക്കെ ശരീരത്തിലുണ്ട്. ഇത് ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാതെ കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് ഫിസിക്കലിയാണ്. അതായത് വളരെ കൃത്യമായ ഒരു ഇടപെടലാണത്. അതുകൊണ്ട് തെറ്റില്ല. അതേ സമയത്ത് പ്രാണിക് ഹീലിംഗ് പോലെയുള്ള രീതികൾ അതിൽ ഫിസിക്കലി ഇടപെടലല്ല ഉള്ളത്, സ്പിരിച്വലി ഇടപെടലാണ്. അതായത് ഒരാള് പനിയായി കിടക്കുക, അപ്പോൾ പ്രാണിക് ഹീലിംഗ് ചെയ്യുന്ന ഒരാൾ വന്നു, എന്നിട്ട് എന്ത് ചെയ്തു? അയാൾ കൈവച്ചു, ഇങ്ങനെ കുറച്ചു നേരം ഇരുന്നു, അയാളെ രോഗം മാറി. എൻ്റെ മനഃശക്തി കൊണ്ട് ഞാൻ നിങ്ങളെ രോഗം മാറ്റും. ഇത് വളരെ അപകടകരമായ രീതിയാണ്. എന്തുകൊണ്ട്? ഈ മനഃശക്തി എവിടുന്ന് കിട്ടി? ഈ മനഃശക്തി ഈ ഊർജത്തിന്റെ സ്രോതസ് എന്താ? ഈ ഊർജത്തിന് രണ്ടാമൊരു സ്രോതസ് ഉണ്ടാകൂ. ഒന്ന് പടച്ചോൻ, അല്ലെങ്കിൽ ശരി. പടച്ചോനിൽ നിന്ന് ഏതായാലും അല്ല. അതായത് പടച്ചോനിൽ നിന്ന് ഒരാൾക്ക് മനഃശക്തി ഉണ്ടാവണമെങ്കിൽ ഉണ്ടാകേണ്ട ഒരുപാട് ഗുണങ്ങളും അടിത്തറ ഉണ്ട്. ആ അടിത്തറയിൽ ഇയാൾ കയറിയിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ ഇത് എവിടുന്ന് കിട്ടി? പിശാച്. പൈശാചിക ശക്തി കൊണ്ട് പറക്കുന്നവരുണ്ട്, പൈശാചിക ശക്തി കൊണ്ട് മുറി കൂട്ടുന്നവരുണ്ട്. പറക്കുന്നവരുണ്ട്, പൈശാചിക ശക്തി കൊണ്ട് പറക്കുന്നവരുണ്ട്, ഇലാഹി ശക്തി കൊണ്ട് പറക്കുന്നവരുണ്ട്. പറക്കുക എന്ന കാര്യത്തെ അല്ല ഇവിടെ വിഷയം. ഇതിന്റെ സോഴ്സ് എന്താണ്? പറക്കൽ എന്നത് എന്തുകൊണ്ടുണ്ടാവും? ഒരാൾക്ക് ഇലാഹിയായ ശക്തി നേടിയാൽ, അതായത് ദൈവികമായ ചില കാര്യങ്ങൾ, ചില വിലായത്തിന്റെ അടിത്തറയായ തഖ്വ പോലെയുള്ള കാര്യത്തിലൂടെ ഒരാൾ ഈമാൻ നേടി ഉന്നതമായ ഒരു ആത്മീയ അവസ്ഥയിൽ എത്തിയാൽ അയാൾക്ക് ചിലപ്പോൾ പറക്കാനും കഴിഞ്ഞേക്കാം, വെള്ളത്തിന് മുകളിൽ നടക്കാൻ കഴിഞ്ഞേക്കാം, പറക്കാൻ കഴിഞ്ഞേക്കാം, വെള്ളത്തിന് മുകളിൽ നടക്കാൻ കഴിഞ്ഞേക്കാം. 1000 കിലോമീറ്റർ 2000 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സാധനത്തെ ഒരു സെക്കൻഡ് കൊണ്ട് എത്തിക്കാനും കഴിഞ്ഞേക്കാം. എന്ത് കഴിവുകൊണ്ട്? ഇലായ കഴിവുകൊണ്ടും. പിന്നെ എന്തുകൊണ്ടും? ഒരു ഇഫ്രീത്ത് ജിന്ന് സുലൈമാൻ നബിയുടെ ദർബാർ യോഗം കൂടിയപ്പോൾ പറഞ്ഞു, ഞാന് സബയിലെ റാണിയുടെ 2000-ലേറെ കിലോമീറ്റർ ദൂരെയുള്ള സബയിലെ റാണിയുടെ സിംഹാസനം കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് തന്നെ ഒത്തിക്കും. ആര് പറഞ്ഞു? ഔലിയ പാപ്പയാണോ പറഞ്ഞ്? അല്ല. ആര് പറഞ്ഞു? കാല ഇഫ്രീത്തു മിനൽ ജിന്നി. ആര് പറഞ്ഞു? ഇഫ്രീത്ത് ശൈത്താനിക കഴിവ്. അല്ലാഹു പിശാചിനെ വഴിപ്പെടുത്തി കൊടുത്ത പിശാജ് എന്തു പറഞ്ഞാലും ഏത് പിശാചും കേൾക്കും. ആര് പറഞ്ഞാൽ? സയ്യിദ് സുലൈമാൻ. അപ്പോൾ ആ ദർബാറിൽ ജിന്നുകൾ, പിശാചുക്കൾ എല്ലാവരും ഉണ്ട്. അവരെയൊക്കെ ലോകത്തെ സർവനാശങ്ങളിൽ നിന്ന് പിടിച്ചു വെച്ചു. ആര്? സയ്യിദുന സുലൈമാൻ. അപ്പോൾ ഇബ്രീത്ത് ജിന്ന് പറയാണ്, ഞാൻ എന്ത് ചെയ്യാം? ഞാൻ ഈ ദർബാറിലേക്ക് സബയിലെ റാണിയുടെ സിംഹാസനം കൊണ്ടുവരാം. അപ്പോൾ ആ സംസാരിക്കുന്നിടത്ത് നിന്ന് ജെറൂസലേമിൽ നിന്ന് സബയിലേക്ക് 2000-ലേറെ കിലോമീറ്റർ ഉണ്ട്. അതെ, എങ്ങനെ ഞാൻ കൊണ്ടുവരാം? കണ്ണ് അടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ സബയിലെ റാണിയുടെ സിംഹാസനത്തെ ഞാൻ കൊണ്ടുവരാം. ഇത് ഏത് കഴിവാണ്? ഈ കഴിവിനെ നോക്കണ്ട. ഈ കഴിവ് ആർക്കുണ്ട്? പിശാചിനുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പൊ രണ്ടാക്കും കഴിവുണ്ട്, രണ്ടു വഴിയിലും കഴിവുണ്ട്.
കഴിവിന്റെ അടിസ്ഥാന സ്രോതസ് ആരെന്നെ? അല്ലാഹ്. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഈ കഴിവ് രണ്ട് രൂപത്തിൽ ഉപയോഗപ്പെടുത്തി. ഒരാൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഉപയോഗപ്പെടുത്തി വളർന്നു, ഒരാൾ പൊരുത്തക്കേടിൽ ഉപയോഗപ്പെടുത്തി. അതിന് ചില കാര്യകാരണങ്ങളുണ്ടാവും, ഇതിന് കാര്യകാരണം ഉണ്ടാവില്ല. വിലായത്ത് ചെയ്യുന്ന ഒരു കാര്യത്തിന് കാര്യകാരണം ഉണ്ടാവില്ല. എന്നാൽ സഹറത്ത് ചെയ്യുന്ന കാര്യത്തിന് കാര്യകാരണം ഉണ്ടാവും. പ്രത്യക്ഷത്തിൽ വിലായത്ത് പോലെ തോന്നും, എന്നാൽ രണ്ടിന്റെ ഈ പ്രവർത്തനം ഒരുപോലെ നടക്കും. ഒരു വലിയന്റെ അടുത്ത് പോയി നിങ്ങൾക്ക് രോഗം മാറ്റുന്നത് പോലെ ആരടുത്ത് പോയാലും രോഗം മാറും? സാഹിറിന്റെ അടുത്ത് പോയാലും രോഗം മാറും. ഈ രണ്ട് കഴിവിന്റെയും ദാതാവ് ആര്? അല്ലാഹ്. പക്ഷെ രണ്ടാൾക്ക് രണ്ട് തരം മാധ്യമങ്ങളാണ്. ഒരാൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിലൂടെ നീങ്ങിയപ്പോൾ അള്ളാഹു എല്ലാ കഴിവും ഇയാൾക്ക് കൊടുത്തതാണ്. മറ്റേ ആള് അള്ളാഹ്ക്ക് പൊരുത്തപ്പെടാത്ത ചില ചേരുവകൾ കൂട്ടിയതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിവുകളിൽ ആകൃഷ്ടനാവും. ഈ കഴിവുകളിൽ ആകൃഷ്ടനായ മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ഈ കഴിവുകളെ വലിയ സംഭവം. ആത്മീയമായ ഉത്കർഷതയ്ക്ക് രണ്ടാലൊരു കാരണമുണ്ടോ. ഒന്ന് ദൈവികം, അല്ലെങ്കിൽ പൈശാചികം. രണ്ടുണ്ട്. ഇന്നും നടന്നുകൊടുക്കുക. ഇന്ന് പണ്ടത്തെക്കാൾ നടക്കും, ഇന്ന് എന്തിനേക്കാളും നടക്കും. അങ്ങനത്തെ ഒരു കാര്യമാണ്. അപ്പൊ ഇന്ന് ഒരു കാര്യത്തെ നമ്മൾ തൊടുമ്പോൾ 100% ആലോചിക്കണം. ഇന്ന് പ്രത്യേകിച്ചും ഒരു ചികിത്സക്ക് പോകുമ്പോൾ ആലോചിക്കണം, എന്താണത്? കാര്യം നടക്കലല്ല, അതെന്താണ്? അത് പഠിക്കാതെ ആ ചികിത്സക്ക് പോയാൽ ഇവിടെ പ്രശ്നം എന്താ സംഭവിക്കുക? ഈ പ്രാണിക് ഹീലിംഗ് പോലെയുള്ള കാര്യങ്ങളിൽ വിലായത്തല്ല, അതെന്താണ്? പൈശാചികത. ഇപ്പൊ നമ്മൾ അഭിമുഖമായി, സൂര്യൻ അഭിമുഖമായി രാവിലെ ഇരുന്നു, ആ 3 വിരലിന്റെ ആ പിടുത്തം പിടിച്ച് ഇങ്ങനെ ഇരുന്നാൽ അത് കഴിഞ്ഞ് അങ്ങക്ക് ആ ദിവസം ഭയങ്കര സന്തോഷം തോന്നിയേക്കാം. അതിൻ്റെതായ ചില ചേരുവകളുടെ അടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര മനസ്സന്തോഷയിലുണ്ടാവും. ഈ സന്തോഷങ്ങൾക്ക് എവിടുന്ന് വന്നു? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് വെറുതെ വരികയാണ്? അല്ല, ആ സമയത്ത് ചില സ്വാധീനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സ്വാധീനങ്ങൾ ഇലാഹി അല്ല എന്ന് വന്നാൽ ഇലാഹി അല്ല, പിന്നെ അത് എന്ത് വഴിയായിരിക്കും? പിശാച് വഴി, അതുറപ്പ്. ഇപ്പൊ നബി ഒരു കാര്യം പറഞ്ഞാൽ അത് നമുക്ക് ചെയ്യാം. പ്രത്യക്ഷത്തിൽ അതിൽ നമുക്ക് ഗുണം ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും, അതായത് പ്രത്യക്ഷത്തിൽ ഗുണം നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും ചെയ്യാം. കുറച്ച് സൂചിക്കോന്നമ്പ് എടുക്കുക, കുറച്ച് ബാർലി എടുക്കുക, അത് തിളപ്പിച്ച് അത് എങ്ങനെ ഏകദേശം വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് എന്ത് ചെയ്യാം? ഒരു ലേശം ഉലുവ ഇടുക, ഒരു ലേശം കരിഞ്ജീരകം ഇടുക. ലേശം കരിഞ്ജീരകം വളരെ സൂക്ഷിക്കണം. കരിഞ്ജീരകം ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ കിഡ്നി കളയും. എന്നിട്ട് അത് തിളച്ച് വൃത്തിയായി ഭംഗിയായി അത് തിളച്ച് പൂർത്തിയായി അത് എല്ലാം റാഹത്തായി കഴിഞ്ഞാൽ അതിൽ കുറച്ച് പാലോ തേങ്ങാപ്പാലോ ഒഴിക്കുക, പിന്നെ കുറച്ച് ശുദ്ധമായ തേനോ ഒഴിക്കുക, എന്നിട്ട് വാങ്ങി വെക്കുക. പൂർണ്ണമായി തണുത്ത് കഴിഞ്ഞിട്ട്, അതായത് ചൂട് പൂർണ്ണമായി പോയിട്ട് തേൻ ഒഴിക്കണം. തേന് വിരുദ്ധമായ രീതികളാണ് ഉണ്ടാക്കുക. തേൻ ഒരിക്കലും ചൂടിൽ കഴിക്കരുത്. എന്തിലേ കഴിക്കാവൂ? ഒരു മിതമായ അവസ്ഥ, ഇല്ലെങ്കിൽ നേരെ എതിരായ അവസ്ഥ ഉണ്ടാക്കും ശരീരത്തിൽ. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തേൻ ഉപയോഗിക്കേണ്ട നിർബന്ധമല്ല, പക്ഷെ ശുദ്ധമായ തേനുണ്ടെങ്കിൽ ഒന്നും കൂടി റാഹത്താണ്. ഇത് ഉണ്ടാക്കുക, ചൂടാറി കഴിക്കുക. എന്താ നിങ്ങൾക്ക് ഉണ്ടാവുക? ഇതിലൂടെ മനസ്സമാധാനം ഉണ്ടാവും. ഈ ഭക്ഷണത്തിന് തെൽബീന എന്ന് പറയും. ഞാൻ എൻ്റെ വീട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ട്, സ്ഥിരമായി കഴിക്കാറുണ്ട് തെൽബീനയുടെ പ്രൊഡക്റ്റാണ് എന്ത്? അൽ ഫറഹ് വസ്സുറൂർ. തെൽബീന കഴിച്ചാൽ നല്ല മനസ്സന്തോഷം ഉണ്ടാവും. പരിധിക്കനുസരിച്ച് കഴിച്ചാൽ ഭയങ്കര സുഖം ഉണ്ടാവും. ഭർത്താവ് മരിച്ച ഭാര്യമാർ, ദുഃഖകരമായ സാഹചര്യം, ഇദ്ദയിലിരിക്കുന്ന ബുദ്ധിമുട്ട്, ഭർത്താവ് കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. അപ്പോൾ അവർക്ക് എന്ത് കഴിപ്പിക്കും? തെൽബീന കഴിപ്പിക്കും. തെൽബീന മനസ്സന്തോഷം ഉണ്ടാക്കും. എന്നാര് പറഞ്ഞു? പുണ്യ റസൂൽ. നമുക്ക് തെൽബീന മനസ്സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാവണില്ല, പക്ഷേ ഇതൊരു ഇലാഹി ബന്ധമുണ്ട്. ഇത് റസൂൽ പറഞ്ഞതാ. റസൂൽ വെറും ഒരാളല്ല, അള്ളാന്റെ ദൂതനാണ്. ഇനി വേറൊരാൾ പറഞ്ഞാൽ അയാളിൽ വേറൊരു സ്വാധീനം ഉണ്ടാകുക, അത് പിശാചായിരിക്കും.
അതിന് നമുക്ക് ഫിസിക്കലി കാരണങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവിടുത്തെ കാരണം പിന്നെ പിശാചായിരിക്കും. ഉത്തരൊക്കെ പറഞ്ഞു കഴിഞ്ഞ് തെൽബീന കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കണം. അതിനെ മൊത്തം അയച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. എന്നാൽ തെൽബീന ഇതൊക്കെ ഇപ്പൊ ഭൗതിക വസ്തുക്കളല്ലേ? ഇതിന് മനസ്സന്തോഷം ഉണ്ടാക്കുന്നത് ഇതെന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ ഇതാര് പറഞ്ഞാണ്? റസൂലുള്ളാഹ് മനസ്സന്തോഷം ഉണ്ടാവുന്നുണ്ട്. കാരണം റസൂലുള്ളാഹ് ആരാ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. രോഗം, ചില വേദനകള്, ചില കോച്ചില്, കടച്ചില്, ഇതൊക്കെ അധികരിച്ചാൽ നിങ്ങൾ ആ ഭാഗത്ത് കൊമ്പ് വെക്കാൻ റസൂൽ പറഞ്ഞിട്ടുണ്ട്. കൊമ്പ് വെക്കുക. ആ കൊമ്പ് വെച്ചാലോ അതൊരു രോഗശമന മാർഗമാണ്. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രം ചിലപ്പോൾ കൊമ്പ് വെക്കലിന് എതിരാകാം. ആധുനിക മെഡിക്കൽ സയൻസ് കൊമ്പ് വെക്കലിന്റെ മുഴുവനും നമ്മൾ വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആ അളവിൽ ആധുനിക മെഡിക്കൽ സയൻസിന്റെ കയ്യിൽ ഈ വിഷയത്തിൽ വിവരം ഇല്ലാതിരിക്കാം. ചിലപ്പോൾ ആധുനിക മെഡിസിൻ പഠിച്ച അതിന്റെ വലിയ വിശഗ്വരന്മാർ അതിനെ നിഷേധിക്കുകയും ചെയ്തേക്കാം. പക്ഷെ നിനക്കിത് ചെയ്യാം. എന്തുകൊണ്ട്? നീ ഇതിലൊരു ഫിസിക്കലി കാരണമല്ല കാണുന്നത്, പിന്നെ ആരെയാണ്? സുൽത്താൻ. ഈ ഒരു പുതിയ ശാസ്ത്രശാഖ നമ്മുടെ നാട്ടിൽ വികസിക്കാതിരിക്കാം. പക്ഷെ നമുക്കിത് ചെയ്യാം. എന്തുകൊണ്ട്? നമുക്ക് അതിന്റെ മുഴുവനും യാഥാർത്ഥ്യങ്ങളെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമുക്കിവിടെ ഒരു ആളുണ്ട്. ആര്? അള്ളാഹുവിന്റെ സന്ദേശം. കാരണം ദൂതനാണിത് പറഞ്ഞത്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമ്മൾ നേരെ അപ്പുറത്തേക്ക് പോവാം. ചില കാര്യങ്ങളുടെ ഫിസിക്കലി കാരണങ്ങളെ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല, എന്നാൽ അത് ശാസ്ത്രശാഖയായി വിജയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൈശാചികം എന്തുണ്ടോ? പിശാച് മനസ്സമാധാനം തരും. ഉദാഹരണം പറയാ, ടെൻഷൻ കൂടുമ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവെ മതബോധമില്ലാത്തവർ ചെയ്യുന്നതാണ് എന്ത്? മദ്യപിക്കും. മദ്യപിച്ചാൽ എന്തുണ്ടാവും? മദ്യപിച്ചാൽ ടെൻഷൻ ഇല്ലാതെയാവും. കള്ളുടിച്ചു, എന്തുണ്ടായില്ല? ചില ആളുകൾ പറഞ്ഞു അവന്റെ മകൻ മരിച്ചു, അപ്പോൾ കള്ളുടി തുടങ്ങിയതാണ്. പറയാറുണ്ടോ? അല്ലേ? ഉണ്ട്. ഇന്നലെ എന്നോട് പറഞ്ഞു, എൻ്റെ ചെറുപ്പക്കാരിയായ ഭാര്യ മരിച്ചു, ഞങ്ങൾ വലിയ സന്തോഷത്തിൽ ജീവിക്കുന്ന കാലത്ത് എൻ്റെ ഭാര്യ മരിച്ചു, അത് കഴിഞ്ഞ് എൻ്റെ മോനും മരിച്ചു, ഇപ്പോൾ ഞാൻ ഒടുക്കിറങ്ങാറില്ല, പെരുത്തനത്ത് സുഖമില്ല. ഇത്തരം സന്ദർഭത്തിൽ അയാൾ പദബോധമുള്ള ആളാണ്, നമ്മൾ കള്ളുടിക്കൂല. ഇത്തരം രംഗത്ത് വേറുള്ളവർ എന്ത് ചെയ്യും? മദ്യപിക്കും. മദ്യപിച്ചാൽ അയാൾക്ക് സമാധാനം ഉണ്ടാവും. മദ്യപാനത്തിന്റെ അടിസ്ഥാനം ആരാ? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. അപ്പൊ ഇവിടെ മനസ്സമാധാനം ഉണ്ടാക്കിയത് ആരാ? പിശാച്. അപ്പൊ മനസ്സമാധാനം കിട്ടുമ്പോഴത്തിന് അത് ചെയ്യാൻ പോയത്. അതിൽ ഇലാഹിയായ ബന്ധം നടക്കും പോലെ എന്തും നടക്കും. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയാൽ എന്തുണ്ടാവും? പൈശാചികത മനസ്സമാധാനം തരും. ഇലാഹി മാർഗത്തിൽ മനസ്സമാധാനം ഉണ്ടാകുന്നത് പോലെ പൈശാചിക മാർഗത്തിൽ എന്തുണ്ടാവും? മനസ്സമാധാനം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭത്തെ അല്ല നമ്മൾ കണക്കാക്കേണ്ടത്, അതിന്റെ ബേസിക് സോഴ്സ് എന്ത്? ഇതറിയാത്തൊരു കാര്യത്തിൽ ഇന്ന് ഇടപെടരുത്. സംശയം ഇടപെടാൻ പാടില്ല. എന്തുകൊണ്ട്? ചതിയ. ഇത് ചതിയ. ഇന്നീ നടന്നുകൊണ്ടിരിക്കണം ഒക്കെ ചതിയ, എല്ലാം ചതിയ. ഓരോന്നിലും ചില സാധനം ഫിസിക്കലി വസ്തുവായിരിക്കും, പക്ഷെ ചതിയുണ്ടാവും. ചില വസ്തുക്കൾക്ക് പിശാചിനോട് വല്ലാത്ത ബന്ധ. ചില വസ്തുക്കൾക്ക് ഉദാഹരണം പറയാ, പഴയ കാലത്ത് കൂടോത്രക്കാർ ഒഴിഞ്ഞു വാങ്ങിയാൽ പാലയുടെ ചുവട്ടിൽ കൊണ്ടുവെക്കും, അല്ലെങ്കിൽ ആലിന്റെ ചുവട്ട് കൊണ്ടുവെക്കും. എന്ത്? തെങ്ങിന് പറ്റൊക്കഞ്ഞു കുഞ്ഞിച്ചട്ടി മറ്റൊക്കെ ഒഴിഞ്ഞു വാങ്ങി കൊണ്ടുവച്ചു എവിടെ വെച്ചു? പാല. എന്ത്? ഒരു ഭൗതിക വസ്തുവല്ലേ, ഒരു മരമല്ലേ പാല. എന്നിട്ടും എന്റെ ഈ ഒഴിഞ്ഞാക്കിയ കൂടോത്രക്കാർ തെങ്ങിന് മറ്റോ കവുങ്ങിന് മറ്റോ ഒക്കെ അതാ പാലിനോട് വെച്ചു. പാലയും പിശാചും തമ്മിൽ വലിയ ബന്ധമുണ്ട്. പാലമ്മൽ കൂടും ആര്? ശൈത്താൻ. പാല മുറിച്ച പിന്നെ ശൈത്താന് കയറി നിൽക്കാൻ സ്ഥലം കിട്ടണം. ഒരാള് നമ്മളെ ഒഴിവാകണില്ലെങ്കിൽ പഴയ കാലത്ത് പറയുന്ന വാക്കാണ് എന്ത്? ചെന്ന് പോയങ്ങാ ഇരണ്ട പാല മുറിച്ച ശൈത്താന്റെ പോലെ. പാല മുറിച്ചുപോയി, പിന്നെ ശൈത്താനൊരു സ്ഥലം കിട്ടാൻ വേണ്ടി കണ്ടതിന് മേലൊക്കെ കയറും. എന്ത്? ശൈത്താൻ. അതുകൊണ്ടാണ് പഴയ കാലത്ത് ഒരു ഉപമയാണ് എന്ത്? നീ ആരെ പോലെ? പാല മുറിച്ച ശൈത്താനെ പോലെ നടക്കല്ലേ.
അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, ഒരു മരമാണ് പാല. പക്ഷെ ഈ പാലക്ക് ഭയങ്കര ബന്ധം എന്തിനോട്? പിശാചിനോട്. എന്നാ അതാ ഞാൻ പറഞ്ഞ വസ്തു ആണെങ്കിൽ പോലും ആലോചിക്കണം, ചില വസ്തുക്കൾക്ക് പിശാചിനോട് ഭയങ്കരമല്ല, വളരെ ഭയങ്കരാണ്. അതായത് രണ്ട് ഡയറക്ഷനിൽ ഒരു ഫലം ഉണ്ടാവും. അതായത് ഇങ്ങനെ പോയാലും ഇങ്ങനെ പോയാലും ഫലം ഒന്നുണ്ടാവും പ്രത്യക്ഷത്തിൽ, പക്ഷേ ഒന്ന് ദൈവികവും ഒന്ന് പൈശാചികമായിരിക്കും. അതുകൊണ്ട് വളരെ ഇതൊക്കെ തന്നെ ചതിയാണ്. ഇപ്പോ താവോയിസം എന്നൊരു മതം തന്നെ പിശാചിന് ലാഭാണ്. എന്തുകൊണ്ട്? സാമൂഹിക ക്രമങ്ങൾ മുഴുവനും അതുകൊണ്ട് നടന്നു. എന്തില്ല? അള്ളാഹു സ്രഷ്ടാവിനെ കുറിച്ച് സംസാരമില്ല. അങ്ങനെ വന്നാൽ പിശാച് നേടി. കാരണം എന്തുകൊണ്ട്? ജനങ്ങൾക്ക് ഇതൊരു മതമാണെന്ന് രൂപപ്പെടുത്താൻ കഴിഞ്ഞു. ആരില്ല താനും. ജനം അവിടെ സമാധാനിക്കും. ജനത്തിന് അത്താണ് കിട്ടിയാൽ മതി. ചില ഉപകരണങ്ങളുണ്ട്, ആ ഉപകരണങ്ങൾ മനുഷ്യന് ഊർജം വർദ്ധിപ്പിക്കും. അതായത് ശാസ്ത്രീയ ഉപകരണങ്ങൾ. ആരേൽപ്പതിന് പിന്നിൽ? ശൈത്താൻ. വിശദമായ പഠനം വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചില ഉപകരണങ്ങൾ ആ ഉപകരണങ്ങൾ കൊണ്ട് മനുഷ്യൻ എന്തുണ്ടാവും? ശരീരശക്തി വർദ്ധിക്കും, ഭയങ്കര കരുത്തുണ്ടാവും, ധൈര്യം ഉണ്ടാവും. ഇതിന്റെ പിന്നിൽ എന്താ? പിശാച്. ഉദാഹരണം പറയാ, ഇപ്പൊ നമ്മൾ മറ്റേ ഇത് നോക്കുമല്ലോ, പ്രഷർ നോക്കാൻ വേണ്ടി അടിച്ചു നോക്കൂലേ, അങ്ങനെയുള്ള ചില മീറ്ററുകളുണ്ട്. ആ മീറ്റർ ഘടിപ്പിച്ച് ഒരല്പനേരം ഒരു മനുഷ്യനെ ചില പരീക്ഷണം നടത്തിയാൽ ആ മനുഷ്യനെ എന്ത് വർദ്ധിക്കും? ഊർജം വർദ്ധിക്കും, ഭയങ്കരമായിരിക്കും. ഓഫീസിൽ നിന്ന് വരുമ്പോൾ ആ മീറ്റർ ഘടിപ്പിച്ച് വീട്ടിൽ വന്ന് കയറിയാൽ അന്ന് ഭാര്യയുമായി ഉള്ള എല്ലാ കാര്യത്തിലും ഭയങ്കര കരുത്തുണ്ടാവും. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, യൂറോപ്പിലുണ്ട്, അമേരിക്കയിലുണ്ട്. ഈ ഉപകരണത്തോട് കൂടെ ആരുണ്ടാവും? പിശാച്. നിങ്ങൾ ചോദിക്കും, എന്ത് ഇങ്ങനെ ഒരു ഉപകരണത്തിൽ അത് പിശാചിന്റെ രീതിയാണ്. ഉപകരണങ്ങളും സൗകര്യങ്ങളും മനുഷ്യനെ പടച്ചോനിലേക്ക് അടുപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പിശാചിലേക്ക് അടുപ്പിക്കുക. പടച്ചോനെ ചിന്തിക്കാതിരിക്കൽ തന്നെ പിശാചാണ്. സൗകര്യങ്ങൾ മനുഷ്യനെ പടച്ചവനിലേക്ക് അടുപ്പിക്കുന്ന നമ്മൾ തോന്നുക ഒരിക്കലുമില്ല. സൗകര്യങ്ങൾ മനുഷ്യനെ പടച്ചവനിൽ നിന്ന് നമ്മൾ തോന്നുന്ന സൗകര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലല്ലേ, പണം നമ്മളെ കയ്യിലല്ലേ. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പണത്തിന്റെ സോഴ്സ് മുസ്ലിമീങ്ങളെ കയ്യിലാ. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര ഉഷാറില്ലല്ലേ. അല്ല, അത്ര അളവിൽ നമ്മൾ ആരും നകർന്നു. ഞാൻ നീട്ടുന്നില്ല. ഖുർആൻ എന്തുകൊണ്ട് ഇത്രയേറെ ഇലാഹിയായ കാര്യങ്ങളെ ചർച്ച ചെയ്തു എന്നാൽ അവിടെയാണ് യഥാർത്ഥ മനുഷ്യന്റെ സ്പിരിച്വൽ ലൈഫ്, അവിടെയാണ് ശുദ്ധമായ ലൈഫ്, അവിടെ മനുഷ്യന്റെ ജീവിതം. ഖുർആൻ അതേ ചർച്ച ചെയ്തുള്ളൂ. സാമൂഹ്യ ക്രമങ്ങളിൽ മനുഷ്യന് അബദ്ധം സംഭവിച്ചാലും ചിലപ്പോൾ അബദ്ധം സംഭവിച്ചേക്കാം, അതിനൊക്കെ പരിഹാരമുണ്ട്. ഇലാഹിയായ ചിന്ത മനുഷ്യരുണ്ടെങ്കിൽ ഒരു സമൂഹം വളരെ നല്ലത് ചെയ്തു, പക്ഷെ അവർക്ക് ഇലാഹിയായ ഒരു ബന്ധവും ഇല്ലെങ്കിൽ ഏത് സമയത്തും അവർ നശിക്കാനും നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വളരെ നമ്മൾ ചിന്തിക്കണം. നീ നിന്റെ ഭാര്യയെ നിന്റെ വീട്ടിലാക്കിയിട്ട് ഗൾഫ് പോയി, 2 കൊല്ലത്തിൽ ലീവിന് പോയി, ഗൾഫിൽ പോയി ജോലിക്ക്. 2 കൊല്ലം കഴിഞ്ഞു, കഫീൽ അടിച്ചെന്നില്ല. കഫീലിന് പുതിയൊരു കമ്പനി ഉണ്ടാക്കുന്ന തിരക്കാണ്. അപ്പൊ കഫീല് ഇപ്പൊ പോകാൻ പറഞ്ഞിട്ട് പിന്നെ ലീവിന് വിട്ടപ്പോഴത്തേന് 5 കൊല്ലായി. അപ്പൊ 5 കൊല്ലം നീയും നിന്റെ ഭാര്യയും തമ്മിൽ കണ്ടിട്ടില്ല. അവൾ അവിടെ, നീ ഗൾഫിൽ. 5 കൊല്ലം കഴിഞ്ഞാലും എന്നെ കൊല്ലി വിഷമം ഉണ്ടാവില്ല, ടെൻഷനും ഇല്ല. അവളെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല. എന്തുകൊണ്ട്? അവൾക്ക് പഠിച്ചവനെ പേടിയുണ്ട്. അവൾ ജീവൻ പോയാലും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യൂല. തിരിച്ച് നീ നിന്റെ ഭാര്യയെ വീട്ടിൽ നിർത്തിയിട്ട് ഭാര്യ എന്തൊരു സാധനം വാങ്ങാൻ വേണ്ടി പോകും. മൂത്താപ്പാന്റെ മകൻ പൊരിയിൽ വന്ന നേരത്ത് ഭാര്യ പറഞ്ഞു, പഠിച്ചവനെ ചായപ്പൊടി ഇല്ലല്ലോ, നിങ്ങൾ അവിടെ പോയി ചായപ്പൊടി ഉണ്ട്. അങ്ങനെ ഭാര്യക്കാരനായ മൂത്താപ്പാന്റെ മകൻ വീട്ടിൽ വന്ന നേരത്ത് ഈ ഭാര്യ പറഞ്ഞു, ചായപ്പൊടി ഇല്ലല്ലോ. അങ്ങനെ ചായപ്പൊടി വാങ്ങാൻ വേണ്ടി നിങ്ങൾ പോയി. സാധാരണ ചായപ്പൊടി കിട്ടുന്ന സ്റ്റെപ്പ് പിടിച്ച് നോക്കുമ്പോൾ അവിടെ ചായപ്പൊടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പിന്നെയും കുറച്ചും കൂടി പോയി. ഇവിടെ ചായപ്പൊടി കിട്ടുന്ന ചോദിച്ചാൽ അവള് കിട്ടിയില്ല, അപ്പുറത്ത് പോയി. ചുരുക്കത്തിൽ ചായപ്പൊടി കയ്യിലായപ്പോഴത്തേന് 1/2 മണിക്കൂർ നേരം കഴിഞ്ഞാൽ ഈ 1/2 മണിക്കൂറിനെ കുറിച്ച് നിങ്ങൾ ആയുസ് മുഴുവൻ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, പഠിച്ചോനെ പേടിയില്ലെങ്കിൽ, ഓനും പഠിച്ചോനെ പേടിയില്ലെങ്കിൽ.
അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാര്യങ്ങളെ കേവലം സാമൂഹിക നിയമങ്ങളാക്കി മാറ്റിയാൽ ഒരിക്കലും വ്യവസ്ഥിതി കൃത്യമാക്കി കൊണ്ടുപോകാൻ കഴിയില്ല. അതിന്റെ അടിസ്ഥാന സ്രോതസ് സംശയം. അതുകൊണ്ടാണ് ഖുർആൻ ഈ 6000 ചില്ലാനം വചനങ്ങളിലും ആരെ പറ്റി പറഞ്ഞത്? അല്ലാഹ്. ഇതുപോലെ മനുഷ്യനെ മാറ്റിയ ഒരു ഗ്രന്ഥമില്ല. ഇതിന് 1-ാം വചനം മുതൽ അവസാന വചനം വരെ ഇത് അള്ളാഹ് പഠിപ്പിക്കുന്നത്. അതിന്റെ ഉള്ളിലാണ് സാമൂഹിക ക്രമം പഠിപ്പിക്കുന്നത്. ഞാനതാ പറയുന്നത്. നിങ്ങൾ ഈ ഒരൊറ്റ ആയത്ത് എടുക്കുക. ലാ ഇലാഹ ഇല്ലാഹു ആരെ പറ്റി പറഞ്ഞു? അല്ലാഹ്. പിന്നെ പറഞ്ഞു യുഹ്യീ, അതാരെ പറ്റിയ? പിന്നെ പറഞ്ഞു യുമീതു, അതാരെ പറ്റിയ? അല്ലാഹ്. റബ്ബുക്കും, അതും ആരെ പറ്റിയ? പിന്നെ പറഞ്ഞു റബ്ബു ആബായിക്കും, അതും ആരെ പറ്റിയ? അല്ലാഹ്. അപ്പൊ ആയത്തിൽ എത്ര വട്ടം അള്ളാഹിനെ പറ്റി പറഞ്ഞു? സൊല്ലു ഹംസക്കും എന്നൊരു ആയത്തുണ്ടായിരുന്നെങ്കിൽ ചേകയൂരുണ്ടാവില്ലല്ലോ. വരികൾക്കിടയിലാണ് 5 വഖ്ത് നിസ്കാരം പറഞ്ഞത്. പിന്നെ ദൂതനാണ് വിശദീകരിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ ദൂതനെ അംഗീകരിക്കൂല, ഖുർആനെ അംഗീകരിക്കൂ. അപ്പോൾ അവർക്ക് 5 വഖ്ത് നിസ്കാരം ഇല്ല. കാരണം 5 എന്നൊരു വാക്ക് നിസ്കാരത്തിൽ പ്രത്യക്ഷമായ ഹംസ് എന്നൊരു വാക്ക് ഖുർആൻ പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഖുർആനാണ് ഇവിടെ ഓരോ ആയത്തിലും 3, 4, 5 മട്ട് ആരെ പറ്റി പറയുന്നത്? അല്ലാഹ്.